ഉളു കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ചൊല്ലൽ പ്രത്യേക സുന്നത്താണ്. അത് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് എന്തു വേണ്ട, രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തണമെന്നില്ല. പക്ഷെ അതേ സമയത്ത് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്താണ്? ഒരു പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനം നാളെ മഹ്ശർ ചെല്ലുമ്പോൾ സിദ്ദീഖീങ്ങളുടെ കൂടെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സിദ്ദീഖീങ്ങൾ എന്ന് പറയുമ്പോൾ ഔലിയാക്കളിൽ ഉന്നതമായ ഒരു പദവി വഹിക്കുന്ന ഒരു സ്ഥാനമാണത്. എന്നാൽ 2 തവണ ചൊല്ലിയാലോ? 2 തവണ ചൊല്ലിയാൽ അവൻ ശുഹദാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. 3 തവണ ചൊല്ലിയാലോ നാളെ മഹ്ശറിൽ അവർ മഅൽ അംബിയാ, അംബിയാക്കളുടെ കൂടെ ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്തരം ശ്രേഷ്ഠതകൾ, ഇത്തരം പുണ്യ കർമ്മങ്ങൾക്ക് വെക്കാൻ കാരണം? അത് അള്ളാഹു പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത് ഒരാൾ കേൾക്കുക, അനുസരിക്കുക എന്നതിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണത്. കാരണം ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളിലൊക്കെ അല്ലെങ്കിൽ അള്ളാഹുവായിട്ട് മനുഷ്യൻ്റെ ബന്ധങ്ങളിൽ വരുന്നത് അനുസരണയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യം ചെയ്തോ ചെയ്തില്ലേ എന്നതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന് പ്രതിഫലം കൊടുക്കുന്നതിൽ, വിശാലത കാണിക്കുന്നതിൽ അള്ളാഹു എന്ന നിലക്ക് അതിൽ യാതൊരു സംശയത്തിൻ്റെ ഒരു അവസ്ഥയും വരുന്നില്ല. അള്ളാഹു അത് കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹു അത് കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യമാണ് അവിടെ പ്രകടമാവുന്നത്.